കെ ശൈലജ MLA നയിക്കുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലം LDF ജാഥയ്ക്ക് തുടക്കമായി. ബ്ലാത്തൂരിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ 2016 മുമ്പേ BD സതീശന്റെ കയ്യിൽ കിടക്കുന്ന എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, അത് വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെടലാണ്. ആ വീണ്ടെടുക്കലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കേരളത്തെ വീണ്ടെടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന് പറയുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ 18 മാസം ക്ഷേമ പെൻഷൻ ഉണ്ടാവില്ല. വീണ്ടെടുക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ഇപ്പോൾ ഉള്ള 2000 രൂപ ക്ഷേമ പെൻഷൻ 500 രൂപയാക്കി വെട്ടിച്ചുരുക്കേണ്ടി വരും. അല്ലേ? CPIM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം M അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI നേതാവ് C വിജയൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം NV ചന്ദ്രബാബു മാനേജറായ ജാഥയെ നയിക്കുന്നത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായ കെ ശൈലജ ടീച്ചറാണ്. ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനും ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായം ശേഖരിക്കുന്നതിനുമായി 3 മേഖലാ ജാഥകൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞു. വടക്കൻ മേഖലയിലെ ജില്ലകളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയാണ് കടന്നു വന്നത്. തെക്കൻ മേഖലയിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള ജാഥ പര്യടനം നടത്തി. മധ്യമേഖല പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയാണ് പര്യടനം പൂർത്തിയാക്കിയത്. ഞാനും ആ ജാഥയിൽ ഒരംഗമായിരുന്നു. അത്യാവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ജാഥാ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. നട്ടുച്ച സമയത്ത് പോലും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. NCP നേതാവ് ജോസ് കുറ്റാരപ്പള്ളി, കേരള കോൺഗ്രസ് പ്രതിനിധി അബ്ദുൽ ഖാദർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും വലിയ വികസനമുണ്ട്. അതുപോലെ തന്നെ വമ്പിച്ച തോതിലുള്ള വികസനമാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലാകെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇതിൽ ഇവിടെ നിന്ന് പടിയൂർ കല്യാട് പഞ്ചായത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ഈ പഞ്ചായത്തിൽ വരുന്നത്, അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം. അത് ഈ 25-ാം തീയതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. അതിൻ്റെ 1ാം ഘട്ടം 300 കോടിയിലേറെ രൂപ ചെലവഴിച്ചുള്ള അതിബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. നാളെ ഈ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ വലിയ തോതിലുള്ള വികസനമാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കോ ടൂറിസം കേന്ദ്രം ഇവിടെ പഴശ്ശി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പടിയൂർ എക്കോ ടൂറിസം ഇവിടെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അത് പഞ്ചായത്തിൻ്റെ ഓരോ ഭാഗത്തുമുണ്ട്, അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗത്തുമുണ്ട്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ 3500 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ. മുമ്പ് സഖാവ് EP തുടങ്ങി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടാതെ തന്നെ 3000 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പദ്ധതി അടക്കം ടൂറിസം, കൾച്ചറൽ മേഖലയിലുള്ള പദ്ധതി ഇതെല്ലാം ഇവിടെയുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിന് പുറമെയാണ് ഇതെല്ലാം പറയുന്നത്. അത് പിന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം ഇനിയും ധാരാളം ആവശ്യകതകളുണ്ട്, അതും ക്രമേണ വരികയാണ്. കിൻഫ്ര പാർക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ പ്രദേശത്തും ഇവിടെ നിന്നിപ്പം 2 പാലങ്ങളുടെ കാര്യമാണ് പ്രധാനമായിട്ട് പടിയൂർ കല്യാട് പഞ്ചായത്ത് പറഞ്ഞത്. അതിലൊന്ന് കണ്ടകശ്ശേരി പാലാണ്, അതുപോലെ തന്നെ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പാലം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പൊതുവായിട്ടുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ, ഇതെല്ലാം ഈ പഞ്ചായത്തിലും നല്ല തോതിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ശ്രീജ പ്രസിഡന്റ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതിന് മുൻപുള്ള പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്. വലിയ തോതിലുള്ള വികസനമാണ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകൾ, അതുപോലെ പ്രാദേശിക റോഡുകളുടെ നിർമ്മാണം, ഇങ്ങനെ ഒരുപടി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. പുതിയ ഭരണസമിതി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒട്ടും പുറകിലില്ലാത്തൊരവസ്ഥ പടിയൂർ കല്യാട് പഞ്ചായത്തിനുണ്ട്, മട്ടന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിനുമുണ്ട്. പടിയൂർ കല്യാട് പഞ്ചായത്ത് ഞാൻ പറയുന്നത് ഇവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ സംസ്ഥാനത്ത് 3 ജാഥകളുടെ പ്രയാണം
അത് അവസാനിച്ചതോടുകൂടി ഗോവിന്ദമാഷ്ടർ ജാതി അടക്കം തീർന്നു. ഞാനൊരു ജാഥാംഗമായിരുന്നു. ജോസ് കെ മാണി പിന്നെ ലീഡറായിട്ടുള്ള ജാഥാംഗമായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് നമ്മുടെ അസംബ്ലി മണ്ഡലം ജാഥ നടത്തുകയാണ്. എല്ലാ പഞ്ചായത്തിലും 1-2 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഉദ്ഘാടന കേന്ദ്രമാണ് ഇന്നിവിടെ നടക്കുന്നത്.